നമസ്കാരം. ആരിഫ് ഹുസൈൻ തെരുവത്ത് മലയാളിക്ക് സുപരിചിതമായൊരു പേരാണത്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ആരിഫ് ഹുസൈനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറയാം. ഒരു എക്സ് മുസ്ലിമാണ് അദ്ദേഹം. തന്നെയുമല്ല, ഒരു അതിശക്തമായ രീതിയിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഒരു യൂട്യൂബർ, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രസക്തമായൊരു സാന്നിധ്യമാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വിമർശനങ്ങൾ പലപ്പോഴും സരസമായ രീതിയിലാണ്, എന്നാൽ വളരെ രൂക്ഷമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ ഇസ്ലാമിക മതഭീകരവാദികളുടെ ഭീഷണികൾ നിരവധി പലതവണയായി മുൻകാലങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു ഭീഷണി ഇമെയിൽ സന്ദേശം ലഭിക്കുകയുണ്ടായി. ഷിയ ഇസ്ലാമിക് വാറിയേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു സംഘടനയാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ്. ആ സന്ദേശത്തിൽ പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ US യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖമൈനി കൊല്ലപ്പെട്ടുവല്ലോ. അപ്പോൾ അതിനെ ഒരു പരിഹാസ രൂപേണ ആരിഫ് ഹുസൈൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ പരമോന്നത നേതാവിനെ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു ശരിയാ നിയമപ്രകാരം. ഞങ്ങളുടെ പോരാളികൾ, അവർ പറയുന്ന പോരാളികൾ, അതായത് അവരുടെ ഭീകരവാദികൾ ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും കേരളത്തിലെത്തിയിട്ടുണ്ട്. ക്രൂരമായ രീതിയിൽ ആരിഫ് ഹുസൈനെ പീഡിപ്പിച്ച് വധിക്കുന്നതാണ് എന്നുള്ള ഭീഷണിയാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, ആരിഫ് ഹുസൈൻ്റെ തല വെട്ടിയെടുത്ത് ആളുകൾക്ക് അതിൽ കാർക്കിച്ച് തുപ്പുവാൻ വേണ്ടി പൊതു ഇടത്തിൽ പ്രദർശിപ്പിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭീഷണി ആരിഫ് ഹുസൈന് നേരെ ഉയരുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ സലീം വാസ്തിക് എന്നൊരു എക്സ് മുസ്ലിം, അദ്ദേഹവും ഒരു തീവ്രമായ ഇസ്ലാം മത വിമർശകനാണ്. അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമമുണ്ടായിരുന്നു. ആ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാൻ പ്രേക്ഷകരോട് ഒരു മുന്നറിയിപ്പ് എന്ന പോലെ, അതായത് ആരിഫ് ഹുസൈനും EA ജബ്ബാറിനെയും പോലുള്ള ഇസ്ലാം മതവിമർശകർ, എക്സ് മുസ്ലിംസായ ഇസ്ലാം മതവിമർശകർക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണികളെ ഈ സലീം വാസ്തികിന് നേരെ ഉണ്ടായ വധശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗൗരവമായി തന്നെ ഇക്കാലത്ത് കാണണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഞാൻ നൽകിയിരുന്നതാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി സലീം വാസ്തികിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സലീം വാസ്തികിൻ്റെ നേരെ ഒരു ആക്രമണം ഉണ്ടായത് UP യിലാണെന്ന് ഓർക്കണം. UP യുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജിഹാദികളുടെ ഒരു 7 തലമുറയുടെ ജീവിതം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കാരണം സലീം വാസ്തിക് ഇപ്പോൾ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച ഷെഹ്സാൻ ഗുൽഫാം എന്ന 2 ജിഹാദികൾ UP പോലീസിനാൽ ഹോറിഫൈഡ് ആക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, ഇനിയുള്ള നടപടികളെന്ന് പറയുന്നത് അവരുടെ 7 തലമുറ ജിഹാദെന്നോ ഇത്തരത്തിലുള്ള ഭീകരവാദമെന്നോ കേട്ടാൽ ഉടുതുണി നനയ്ക്കുന്ന അല്ലെങ്കിൽ ഉടുതുണി വൃത്തികേടാക്കുന്ന തരത്തിൽ ബുൾഡോസർ പ്രയോഗം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അതാണ് UP യുടെ പശ്ചാത്തലം. അത് ഈ ജിഹാദികൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള UP യിൽ ഈ സലീം വാസ്തികിനെ വധിക്കുവാൻ 2 പേപ്പട്ടികൾ തയ്യാറായെങ്കിൽ, പേപ്പട്ടികളെന്ന് തന്നെ വിളിക്കണം, ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിനെ പേപ്പട്ടി മതമെന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. ഞാൻ ഈ ഭീകരവാദികളെ പേപ്പട്ടികളെന്ന് വിളിക്കുന്നു. മതത്തിനെ ഞാൻ വിളിക്കുന്നില്ല, പക്ഷേ ഈ ഭീകരവാദികളെ, ഈ ജിഹാദികളെ ഞാൻ പേപ്പട്ടികളെന്ന് തന്നെ വിളിക്കുന്നു. ഇത്രയും സാഹചര്യങ്ങൾ, ഇത്രയും സുരക്ഷിതത്വവും ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള തീർച്ചയും നിലനിൽക്കുന്ന ഉത്തർപ്രദേശിൽ 2 പേപ്പട്ടികൾ സലീം വാസ്തികിനെ വധിക്കുവാൻ തയ്യാറായെങ്കിൽ, അല്ലെങ്കിൽ സലീം വാസ്തികിന് നേരെ ഒരു വധശ്രമത്തിന് തയ്യാറായെങ്കിൽ, കേരളത്തിലെ സ്ഥിതി പറയേണ്ടതില്ല. കാരണം കേരളത്തിൽ മീശമാധവനിൽ ഹരിശ്രീ അശോകൻ പറയുന്ന പോലെ അമ്മാതിരി പ്രോത്സാഹനമാണ് ജിഹാദികൾക്ക് കിട്ടുന്നത്. ആലോചിച്ച് നോക്കൂ, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം എല്ലാവർക്കും അറിയാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ മറന്നുപോയ, നമ്മുടെ ഹ്രസ്വമായ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയ ചില കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ആരിഫ് ഹുസൈനെ പോലുള്ളവർക്കൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. കാരണം ജോസഫ് മാഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരുവൻ ജയിലിൽ കിടന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കപ്പെട്ടു. തന്നെയുമല്ല, അവർ ജയിലിൽ കിടക്കെ അവർക്ക് ആയുർവേദ ചികിത്സ, സുഖചികിത്സ നൽകുവാൻ വേണ്ട ഒരുക്കങ്ങൾ, നിയമ സംവിധാനങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇനി ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതാവായിട്ടുള്ള MA ബേബി അക്കാലത്ത് ജോസഫ് മാഷിനെക്കുറിച്ച്
നടത്തിയൊരു അഭിപ്രായ പ്രകടനവും ഞാൻ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജോസഫ് മാഷിനെ മഠയൻ എന്നാണ് അദ്ദേഹം വിളിച്ചത്. തന്നെയുമല്ല, അതിവൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തണമായിരുന്നു എന്നുള്ളൊരു പ്രസ്താവനയും MABയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ ഒരു ആന്തരികാർത്ഥം ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിലുള്ള പേപ്പട്ടിത്തരങ്ങൾ അല്ലെങ്കിൽ ജിഹാദി തരങ്ങൾ അതിവൈകാരികമായൊരു പ്രതികരണമാണ് എന്നുള്ള രീതിയിൽ സാമാന്യവൽക്കരിക്കുവാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് MABയെ പോലുള്ളവരെ കൊണ്ട് അവരുടെ പിന്നിൽ ഏത് ശക്തികളാണോ അല്ലെങ്കിൽ അവരുടെ പിന്നിൽ വോട്ട് ബാങ്ക് കാണിച്ച് അവരെ പ്രലോഭിപ്പിക്കുന്ന ഏത് ശക്തികളാണോ നിലകൊള്ളുന്നത് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് സാമാന്യവൽക്കരിക്കുക. കാരണം നമ്മളൊക്കെ കേൾക്കുമ്പോൾ അവർ ഇങ്ങനെ അതിവൈകാരികമായിട്ട് പ്രതികരിക്കും, അതുകൊണ്ട് നമ്മൾ വേണം സൂക്ഷിച്ച് അവരുടെ വിശ്വാസത്തെ വിമർശിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ നീങ്ങുവാൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണങ്ങളാണ്, അല്ലെങ്കിൽ ഒരു വിത്തുപാകലുകളാണ് ഈ MABയെ പോലുള്ളവരെ കൊണ്ട് ഈ ജിഹാദികൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആരിഫ് ഹുസൈനോട് എനിക്ക് പറയുവാനുള്ളത്, കേരളത്തിൽ അങ്ങയുടെ സുരക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ ഭീഷണി നിലവിലുണ്ട്. കാരണം ഈ ഷിയ ഇസ്ലാമിക് വാറിയേഴ്സ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ളൊരു സംഘടന പുതിയതായിട്ട് ഉയർന്നു വന്നതാണോ? എന്തായാലും അത്തരത്തിലൊരു ഭീകര സംഘടന ഉണ്ടെങ്കിൽ, അതിലെ പേപ്പട്ടികൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കുവാൻ തീർച്ചയായും ഇവിടെ ആളുകളുണ്ടാവും. അങ്ങേക്ക് തന്നെ ഓർമ്മയുണ്ടാകും, ISISലും അൽഖ്വയ്ദയിലും ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 10-15 വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ആളുകൾക്ക് സ്വന്തം മകളെയും കെട്ടിച്ചു കൊടുത്ത് ഒടുവിൽ അവരെ NIA അറസ്റ്റിലാക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന വളരെ നിഷ്കളങ്കമായ ന്യായം പറഞ്ഞ് കൈമലർത്തുന്ന ആളുകളെയും കേരളത്തിൽ അങ്ങ് തന്നെ കണ്ടിട്ടുണ്ടാവും, അങ്ങും മറ്റുള്ളവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ തെരുവോത്ത് സൂക്ഷിക്കുക. ഒരു കാര്യം കൂടി ഒരു ഉപദേശമെന്നുള്ള രീതിയിൽ പറയുകയാണ്, എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ, ഉപദേശമായിട്ട് കണക്കാക്കണ്ട, എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഈ ജിഹാദികൾ പറഞ്ഞിരിക്കുന്നത് ലക്നൗവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും അവരുടെ പേപ്പട്ടികൾ കേരളത്തിലെത്തിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ലക്നൗ പോലീസിൽ ഈ ഇമെയിൽ കൈമാറുക. അങ്ങ് ഇപ്പോൾ തന്നെ NIA വിവരം അറിയിച്ചിട്ടുണ്ട്, NIA ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുമുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ലക്നൗ പോലീസിന് യോഗി ആദിത്യനാഥിനും ഈ വിവരം കൈമാറുക. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം സംഘടനകളുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ ബാക്കി അവിടെ കൈകാര്യം ചെയ്യപ്പെട്ടുകൊള്ളും, അതിലൊരു സംശയവും വേണ്ട. കാരണം അവിടെ ബുൾഡോസർ കൊണ്ടോ ഡ്രഡ്ജർ കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ ഇടിച്ചു നിരത്തുകയോ കുഴിച്ചു മൂടുകയോ ഹോറിഫൈഡ് ആക്കുകയോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തരം പോലെ യോഗിയുടെ പോലീസും ചെയ്തുകൊള്ളും. അതിൽ നിന്ന് ഒരു ഭാഗികമായ സുരക്ഷ അങ്ങേക്ക് ലഭിക്കും. കേരളത്തിലെ അങ്ങയുടെ സുരക്ഷയുടെ കാര്യം അങ്ങ് തന്നെ നോക്കണം. കാരണം കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങേക്ക് ഒരു സുരക്ഷ ഒരുക്കി തരും, അങ്ങയുടെ ജീവനെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയൊരു സാഹചര്യം കേരളത്തിൽ നിലവിലുമില്ല. മുൻകാല ചരിത്രവും നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ തെരുവത്ത് സൂക്ഷിക്കുക, ജാഗ്രതയോടെ നീങ്ങുക, UP പോലീസിനെ വിവരമറിയിക്കുക. മുഴുവൻ ഇമെയിലും വിവരങ്ങളും കൈമാറി UP പോലീസിനെ വിവരമറിയിക്കുക. ഭാഗികമായി എങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ UP ബന്ധമോ അവരുടെ സാന്നിധ്യം ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു തുള്ളി സാന്നിധ്യമെങ്കിലും അവരുടെ അത് UPയിലുണ്ടെങ്കിൽ ബാക്കി അവിടെ കൈകാര്യം ചെയ്യപ്പെട്ടുകൊള്ളും. അവിടുന്ന് ദേശീയ ഏജൻസികളിലേക്ക് വിവരങ്ങൾ പോവുകയും തദ്വാര അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കൂടുതൽ ശക്തമാവുകയും നിയമ നടപടികൾ കൂടുതൽ ശക്തമാകുകയും ചെയ്യുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരും. അതുകൊണ്ട് അങ്ങനെയൊന്ന് ചെയ്യുവാൻ ശ്രമിക്കുക, ദയവിയത് സൂക്ഷിക്കുക, ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. നന്ദി, നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.